നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി എന്തുണ്ടാക്കി കൊടുത്താലും നമുക്ക് മതിയാവില്ല അല്ലേ? വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതും ഒരേ സാധനം തന്നെ പല പല രുചികളിലായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ അടുക്കളയിൽ ഗംഭീര പരീക്ഷണങ്ങളൊക്കെ നടത്തി വരാറുണ്ട് അല്ലേ? ഞാനും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡ് വീക്കെൻഡിലാണ് വരാറ്. വരുന്നതിന് മുൻപേ മൂപ്പര് വിളിച്ചു ചോദിക്കും ഇന്ന് എന്താ ഉണ്ടാക്കുന്നതെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ വിചാരിക്കും പുതിയ രുചിയിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കിയാലോ എന്ന്. ചപ്പാത്തി മുട്ടക്കറി ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു പുതിയ രുചിയിലൊരു മുട്ടക്കറി ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ ഇന്നിവിടെ പോകുന്നത്. അതിനായി ഞാൻ ആദ്യം ഈ സവാളയും അതുപോലെ നമ്മുടെ തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ അടുപ്പത്ത് ഞാൻ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് നമുക്ക് ചൂടായി വരുമ്പോൾ നമ്മളിതിലോട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ചേർത്താലും കുഴപ്പമില്ല, പക്ഷെ നമ്മളൊരു നാടൻ രുചിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. ഒരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മളിതിലോട്ട് ചേർക്കാനായിട്ട് പോകുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്. അതും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇത് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയാണ്. ഇഞ്ചി വേണമെങ്കിൽ നമുക്ക് ചതച്ചും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒപ്പം തന്നെ ഇതിലോട്ട് വെളുത്തുള്ളി, നീളത്തിൽ അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. അതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറി ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നമ്മളിതിലോട്ട് നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്, വഴറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മളിതിലോട്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളിതിലോട്ട് സവാള ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി വരണം. സവാള നന്നായി ഉടഞ്ഞു വരണം. അതുവരെ നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കി വഴറ്റി കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം നല്ല രീതിയിലൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം സവാളയായിട്ട് നല്ല രീതിയിലൊന്ന് യോജിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിലോട്ട് ചേർക്കാനായിട്ട് പോകുന്നത് തക്കാളിയാണ്. തക്കാളി കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയും ഈ സവാളയും നല്ല രീതിയിലൊന്ന് യോജിച്ച് വരുന്നത് വരെ നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞു വരണം. അതാണ് അതിൻ്റെ പാകം. അതുവരേക്കും നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിലൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ആ സവാളയുടെ കൂടെ ആ തക്കാളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാം നല്ല ഒരേ പരുവമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മളിതിലോട്ടിനി പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. നമ്മളിതിലോട്ട് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. അതൊരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയേക്കാൾ മല്ലിപ്പൊടി കുറച്ചു മതി. പിന്നെ നമ്മളിതിലോട്ട് ചേർക്കാനായിട്ട് പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമ്മൾ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം. അടി കരിയാതെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇതെല്ലാം അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഗരം മസാല കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ല രീതിയിലൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിലോട്ട് ചേർക്കുന്നത് വെള്ളമാണ്. വെള്ളം നമ്മൾ എത്രയാണോ നമുക്ക് ഗ്രേവിയുടെ ആവശ്യമുള്ളത് അതിനേക്കാളും കുറച്ച് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മളിതിലോട്ട് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഒരു കറിയായിട്ടല്ല, നമ്മളൊരു തിക്ക് ഗ്രേവിയുടെ രൂപത്തിലാണ് നമ്മൾ ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് വെള്ളം മാത്രം നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഈ വെള്ളം നല്ല രീതിയിലൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് ചേർക്കാനായിട്ട് പോകുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല പൊതുവെ മുട്ടക്കറിയിൽ ആരൊക്കെ ചേർക്കുന്നോ എനിക്കറിയില്ല. ഞാനൊരു പുതിയ രുചിയിൽ ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ട് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്.
ഈ ചിക്കൻ മസാല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് നമുക്ക് വരും. അങ്ങനെ ചിക്കൻ മസാലയൊക്കെ ഇട്ട് നന്നായി തിളച്ച ശേഷം നമ്മളിതിലോട്ട് ചേർക്കാനായിട്ട് പോകുന്നത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 2 ചെറിയ ഗ്ലാസ്സോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഒരുപാട് കാര്യം നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ അത്രയധികം തേങ്ങാപ്പാൽ ചേർക്കുന്നത്. അപ്പോൾ ആ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായി തിളയ്ക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായി ഒരു തിള വരുന്നൊരു സമയത്ത് നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ചേർക്കാം. ഇപ്പോൾ ദേ നമ്മുടെ തേങ്ങാപ്പാലും നമ്മുടെ ആ കറിയൊക്കെ ഒരു നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുട്ട 2 ആക്കി മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഓരോ മുട്ടയായിട്ട് നമുക്ക് എല്ലാ മുട്ടയും അതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം ഇവിടെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. നല്ലൊരു മുട്ടക്കറിയാണ്, നല്ല രുചിയാണ്. ഇങ്ങനെ ആരും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നന്നായിട്ട് ഒത്തുപോകുന്നൊരു കറിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.